Hi, hello everyone. Let me discuss about the angiosperm anatomy. In first module, we should study about the different types of tissues and also the vascular bundles. So, let me start with tissues. Then, what is a tissue? A tissue is an organized group of cells which have a common origin, similar structure, and the same function. And the plant tissues can be classified into four. The first one is meristematic tissues, and the second one is permanent tissues and secretory tissues, and the last one is lactiferous tissues. Then, what is meristematic tissues? The meristematic tissues is classified on the basis of positions. So, മൂന്ന് ടൈപ്പായിട്ട് പൊസിഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് മൂന്ന് ടൈപ്പായിട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എപ്പിക്കൽ മെരിസ്റ്റം, രണ്ട് ഇൻ്റർ കാലറി മെരിസ്റ്റം, മൂന്ന് ലാറ്ററൽ മെരിസ്റ്റം. ഇനി എന്താണ് എപ്പിക്കൽ മെരിസ്റ്റം? It is a primary meristem located at the growing apices of axillary buds, stems and roots. അതായത് സ്റ്റെംസിൻ്റെയും റൂട്ട്സിൻ്റെയും ബഡ്സിൻ്റെ എല്ലാം എപ്പെക്സ് റീജിയനിലാണ് ഈ മെരിസ്റ്റം ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ലീനിയർ ഇലോങ്ങേഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻസ്. പ്ലാന്റ് ഓർഗൻസിന് ഇലോങ്ങേഷന് കാരണമാകുന്ന ഒരു മെരിസ്റ്റമാണിത്. അതായത് നീളം വയ്ക്കുവാനായിട്ട് അത് സഹായിക്കും. ദെൻ അടുത്തത് ഇൻ്റർ കാലറി മെരിസ്റ്റം, അതായത് ഇൻ്റർനോഡൽ മെരിസ്റ്റംസ്. നമ്മുടെ പ്ലാന്റ് ബോഡിയിലെ ഇൻ്റർനോഡ്സിലായിട്ട് കാണുന്ന മെരിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇലോങ്ങേഷൻ ഓഫ് ഇൻ്റർനോഡൽ റീജിയൻസ്. ആ ഇൻ്റർനോഡ്സിൻ്റെ ഇലോങ്ങേഷന് സഹായിക്കുന്ന മെരിസ്റ്റം കൂടിയാണ്. പൊതുവായി ഷുഗർ കെയിൻ, പാഡി ഇതിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻ്റർ കാലറി മെരിസ്റ്റംസ് കണ്ടുവരുന്നത്. ആൻഡ് അത് ഷോർട്ട് ലിവിങ് ആണ്, കാരണം അത് ബിക്കം പെർമനൻറ്റ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ. അതൊരു തരം വളർച്ചയും ഡിഫറൻസിയേഷനും കഴിഞ്ഞാൽ ആ ടിഷ്യൂസ് പെർമനൻറ്റ് ടിഷ്യൂസായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇൻ്റർ കാലറി മെരിസ്റ്റം എന്നുള്ളത് ഒരു ഷോർട്ട് ലിവിങ് മെരിസ്റ്റമാണ്. ദെൻ അടുത്ത മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. അതായത് റൂട്ട്സിൻ്റെയും സ്റ്റെംസിൻ്റെയും ലാറ്ററൽ സൈഡ്സിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റംസ്. ഇൻ ജനറൽ ഇറ്റ് ആഡ്സ് ടു ദ ബൾക്ക് ഓഫ് എക്സിസ്റ്റിംഗ് ടിഷ്യൂസ് ഓർ ഫോംസ് ന്യൂ. അതായത് ഗിർത്ത് കൂടാനായിട്ട്, അതായത് ഒരു സെക്കൻഡറി ഗ്രോത്തിന് ശേഷം ഗിർത്ത് കൂടാനായിട്ട് സഹായിക്കുന്ന ഒരു മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ആൻഡ് ഇറ്റ് ഈസ് ആബ്സെൻ്റ് ഇൻ മോണോകോട്ട് സ്റ്റെംസ്. മോണോകോട്ട് സ്റ്റെംസിൽ ഇത് കാണാൻ സാധിക്കില്ല. വാസ്കുലർ ക്യാമ്പിയവും കോർക്കോ ക്യാമ്പിയവുമാണ് ഇതിന് എക്സാമ്പിൾ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം ബേസ്ഡ് ഓൺ പൊസിഷൻ ഈസ് ഓവർ. ആൻഡ് സെക്കൻഡ് ടൈപ്പ് നമ്മുടെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെരിസ്റ്റംസ്. ഫസ്റ്റ് വൺ ഈസ് പ്രോ മെരിസ്റ്റം, സെക്കൻഡ് വൺ ഈസ് പ്രൈമറി മെരിസ്റ്റം, തേർഡ് വൺ ഈസ് സെക്കൻഡറി മെരിസ്റ്റംസ്. ആൻഡ് പ്രോ മെരിസ്റ്റം എന്തെന്ന് വെച്ചാൽ വിച്ച് ഈസ് എംബ്രിയോണിക് ഇൻ ഒറിജിനിൽ അത് എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കും. ഇൻ എംബ്രിയോസിലാണെങ്കിൽ തന്നെ അത് പ്ലിമോളിയും റാഡിക്കലിൻ്റെയും ടിപ്പിലായിട്ടായിരിക്കും ഈ പ്രോമെരിസ്റ്റം കാണാനായിട്ട് സാധിക്കുക. അഥവാ ഒരു ഗ്രോയിങ് പ്ലാന്റിലാണെങ്കിൽ അത് ഷൂട്ട്സിൻ്റെയും റൂട്ട്സിൻ്റെയും ടിപ്സിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതിൻ്റെ സെൽസ് എന്ന് വെച്ചത് സെൽസ് ഐസോഡയമെട്രിക് ആയിരിക്കും, തിൻ വോൾഡ് ആയിരിക്കും, വിത്ത് പ്രോമിനൻറ്റ് ന്യൂക്ലിയസ്, ആക്റ്റീവ് സൈറ്റോപ്ലാസം ആയിരിക്കും. ആൻഡ് ഏർലി സ്റ്റേജസ് ഓഫ് പിറ്റ് ഫോർമേഷൻ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പ്രോ മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം എന്തെന്ന് വെച്ചാൽ ദിസ് മെരിസ്റ്റം ഈസ് ദ മെരിസ്റ്റം ദാറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ പ്രോ മെരിസ്റ്റം. പ്രോ മെരിസ്റ്റത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന മെരിസ്റ്റമാണ് പ്രൈമറി മെരിസ്റ്റം. ഡ്യൂറിങ് ദ എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് ബിൽഡ്സ് അപ്പ് ദ പ്രൈമറി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി. എംബ്രിയോണിക് സ്റ്റേജിൽ പ്രോ മെരിസ്റ്റത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതായിരിക്കും, പിന്നീട് അത് ആ പ്ലാന്റ് ബോഡിയുടെ പ്രൈമറി പാർട്ടായിട്ട് മാറും. പൊതുവേ ഇത് റൂട്ട്സിൻ്റെ എപ്പിസിസിലും സ്റ്റെംസിലും അതുപോലെ തന്നെ ലീഫിൻ്റെ പ്രിമോഡിയലൊക്കെ ആയിട്ടാണ്. പ്രോട്ടോഡേം, പ്രോകാമ്പിയം ആൻഡ് ഗ്രൗണ്ട് മെരിസ്റ്റംസ് ആർ ദ എക്സാമ്പിൾ ഓഫ് പ്രൈമറി മെരിസ്റ്റം. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി മെരിസ്റ്റം. And this meristem is that develops from non-meristematic primary permanent tissues. ഇത് നോൺ മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്.
ആൻഡ് അത് ലേറ്റർ സ്റ്റേജിൽ അതിന് ആക്റ്റീവ് സെൽ ഡിവിഷനുള്ള പവർ കിട്ടും. So, secondary merisms always arise from permanent plant organs whenever and wherever they are needed. Root cambium, cork cambium and interfascicular cambium of dicots ഒക്കെയാണ് secondary merismത്തിന് best examples. ഇപ്പോൾ classification of merisms based on origin and development is over. Next, it is classification of merisms based on plane of division. അടുത്തതായി മെരിസ്റ്റംസ് ക്ലാസിഫൈ ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് പ്ലെയിൻ ഓഫ് ഡിവിഷൻ ആണ്. അത് 3 ക്ലാസിഫൈ ചെയ്യുന്നു. 1 റിബ് മെരിസ്റ്റം അഥവാ ഫയൽ മെരിസ്റ്റം, 2 പ്ലേറ്റ് മെരിസ്റ്റം, 3 മാസ് മെരിസ്റ്റം. ആൻഡ് റിബ് മെരിസ്റ്റം, ദിസ് ഈസ് എ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇൻ വിച്ച് ദ സെൽസ് ഡിവൈഡ് ഓൺലി ആൻറ്റിക്ലിനലി. ആൻറ്റിക്ലിനലി ആയിട്ട് മാത്രം സെൽസ് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കാമ്പിയം ആൻഡ് കോർക്ക് കാമ്പിയം. ഓൺലി ആൻറ്റിക്ലിനലി ആണ് റിബ് മെരിസ്റ്റത്തിൻ്റെ സെൽ ഡിവിഷൻ. പ്ലെയിൻ മെരിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ബോത്ത് ആൻറ്റിക്ലിനലി ആൻഡ് പെരിക്ലിനലി, ആൻഡ് ഇറ്റ് ഗിവിംഗ് റൈസ് ടു എ പ്ലേറ്റ് ലൈക്ക് ഇൻക്രീസ് ഇൻ സെൽ മാസ്, ആൻഡ് ഇറ്റ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലീവ്സ്. Third one, mass meristem. This is a meristematic tissue whose cells divide in all planes, resulting in massive tissue development. It plays an important role in the early development of an endosperm, sporangia, cortex and pith. So, നമ്മുടെ മെരിസ്റ്റംസിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റംസ് ബേസ്ഡ് ഓൺ പൊസിഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം ബേസ്ഡ് ഓൺ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം ബേസ്ഡ് ഓൺ പ്ലെയിൻ ഓഫ് ഡിവിഷൻ ഇസ് ഓവർ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കുറേ തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് റൂട്ട് എപ്പറ്റ്സിൻ്റെയും ഷൂട്ട് എപ്പറ്റ്സിൻ്റെയും സ്ട്രക്ചറും ഓർഗനൈസേഷനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ റൂട്ട് എപ്പറ്റ്സിൻ്റെ സ്ട്രക്ചറും ഓർഗനൈസേഷനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 3 തിയറീസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എപ്പിക്കൽ സെൽ തിയറി, സെക്കൻഡ് വൺ ഈസ് കോർപ്പർ കാപ്പെ തിയറി ആൻഡ് തേർഡ് വൺ ഈസ് ഹിസ്റ്റോജൻ തിയറി. എപ്പിക്കൽ സെൽ തിയറിയിൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് 1958 നഗേലിയാണ് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് എ സിംഗിൾ സെൽ തിയറി. അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ റൂട്ട് എപ്പറ്റ്സിലുള്ള എപ്പിക്കൽ സെൽ, അതായത് ഒരു സിംഗിൾ ടെട്രാഹെഡ്രൽ എപ്പിക്കൽ സെല്ലാണ് ഓൾ അബൌട്ട് ഗ്രോത്ത് കൊണ്ടുപോകുന്നത് എന്നാണ് എപ്പിക്കൽ സെൽ തിയറി പറയുന്നത്. ആൻഡ് ഈ സെൽ തിയറി അധികം ആക്സെപ്റ്റൻസിലേക്ക് വന്നിട്ടില്ല, കാരണം ഇത് ഒരു ആൻജിയോസ്പേമിൽ നമുക്ക് ഒബ്സർവ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ട്രൂ ടു താലോഫൈറ്റ്സ് ആൻഡ് ലോവർ വാസ്കുലർ പ്ലാന്റ്സ്. സെക്കൻഡ് തിയറിയാണ് കോർപ്പർ കാപ്പെ തിയറി. അത് 1917 സ്യൂപ്പാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇത് പറയുന്നത് ഇറ്റ് ഹോൾഡ്സ് ദാറ്റ് ദ സെൽസ് അറ്റ് ദ റൂട്ട് എപ്പറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു 2 planes. റൂട്ട് എപ്പറ്റ്സിലുള്ള സെൽസ് 2 planes ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഫസ്റ്റ് ഡിവിഷൻ ഈസ് ട്രാൻസ്ഫേഴ്സ് എന്നും പറയുന്നു. ഇതിലെ ഈ 2 ഡോട്ടർ സെൽസിലെ ഒരു ഡോട്ടർ സെല്ലിനെ എടുത്ത് ലോഞ്ചിറ്റ്യൂഡിനായിട്ട് ഡിവൈഡ് ചെയ്താൽ അത് ഒരു ടി ഡിവിഷൻ സീക്വൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നും പറയുന്നു. അതിന് ടി ഡിവിഷൻ എന്ന് പറയാൻ കാരണം അതൊരു ടി ഷേപ്പ്ഡ് കോൺഫിഗറേഷനിലാണ് അതിൻ്റെ സെൽ വാൾ ഫോം ചെയ്യുക. ഇനി ചില റീജിയൻസിൽ, അതായത് എസ്പെഷ്യലി ഇൻ സെൻറ്റർ, അത് ശരിക്കും കറക്റ്റ് ടി ഷേപ്പിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ബട്ട് അതർ റീജിയൻസ്, ചില സ്ഥലങ്ങളിൽ അത് ഇൻവേർട്ടഡ് ടി പോലെ ആയിട്ട് നമുക്ക് അതൊരു ഇറക്റ്റ് കണ്ടീഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എവിടെയാണോ ഇൻവേർട്ടഡ് ടി ഉള്ളത് അത് റൂട്ട് എപ്പറ്റ്സിൽ നിന്നും ഒരു അകലെ ആയിരിക്കുമെന്ന് പറയുന്നത്. എവിടെയാണോ കറക്റ്റ് സ്ട്രെയിറ്റ് ടി ഉള്ളത് അത് റൂട്ട് എപ്പറ്റ്സിനെ ഫേസ് ചെയ്തിരിക്കുന്നു എന്നും പറയണം. പിന്നെ ഈ കോർപ്പർ കാർപ്പെ എന്ന പേര് വന്നത് ദ സോൺ വിത്ത് ഇൻവേർട്ടഡ് ടി ഉള്ള സോണിനെയാണ് കോർപ്പർ, അതായത് ക്യാപ്പ് എന്ന ഉദ്ദേശത്തിൽ പറയുന്നത്. ആൻഡ് ദ സ്ട്രെയിറ്റ് ടി ടൈപ്പ് അതിനെയാണ് കാപ്പെ എന്ന് പറയുന്നത്, അതായത് ബോഡി എന്ന അർത്ഥത്തിൽ. ഇത് ശരിക്കും ഓർഗനൈസേഷൻ ഓഫ് ഷൂട്ട് എപ്പറ്റ്സിലുള്ള ട്യൂണിക്ക കോർപ്പസ് കൺസെപ്റ്റിന് സിമിലർ ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതിന് സാധിച്ചിട്ടില്ല. സോ ആസ് എ ഹോൾ ഇറ്റ് ഫെയിൽസ്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഇനി നെക്സ്റ്റ് വരുന്നത്
Third theory, histogen theory, and it is proposed by Einstein in 1870. ആൾ പറയുന്നത് ദാറ്റ് ഹോൾസ് എപ്പിക്കൽ റൂട്ട് മെരിസ്റ്റം കൺസിസ്റ്റ്, അതായത് എപ്പിക്കൽ റൂട്ട് മെരിസ്റ്റംസ് കുറേ മെരിസ്റ്റമാറ്റിക് സോൺസും ലെയേഴ്സും കൊണ്ട് നിറഞ്ഞതാണെന്നാണ് ആൾ പറയുന്നത്. അതിന് ഹിസ്റ്റോജൻസ് എന്നൊരു പേരും ഇട്ടിട്ടുണ്ട്. In many gymnosperms there are two zones of initials, the outer peribulum and the inner pleroma, and the peribulum give rise to root cap and all the tissues outside the vascular cylinder, and the pleroma give rise to the vascular cylinder. In angiosperms there are usually 3 or 4 group of initials. ജിംനോസ്പെംസിലെ 2 സോൺസ് ഓഫ് ഇനീഷ്യൽ ഉള്ള ഔട്ടർ പെരിബിളവും ഇന്നർ പ്ലറോമും, എന്നാൽ ആൻജിയോസ്പെംസിലെ അത് 3 or 4 ഗ്രൂപ്പ്സ് ഓഫ് ഇനീഷ്യൽസ് ആയിട്ട് കാണാം. നെയിംലി ഇൻ ഡൈക്കോട്ടിലിഡൻസ് there are 3 layers, namely dermatogen, peribulum and pleroma. In ജിംനോസ്പെംസിലെ ഔട്ടർ പെരിബിളം അത് റൂട്ട് ക്യാപ്പായിട്ടും ആൻഡ് ഓൾ ദ ടിഷ്യൂസ് ഔട്ട്സൈഡ് ദ വാസ്കുലർ സിലിണ്ടറായിട്ടും കാണപ്പെടുന്നു. ഇന്നർ പ്ലിറോമിനെ വാസ്കുലർ സിലിണ്ടറായിട്ടും. ഇൻ ആൻജിയോസ്പെംസിൻ്റെ കേസിൽ ഡൈക്കോട്ടിലിഡൻസിലെ ഇന്നർ ഗ്രൂപ്പ്, അതായത് ഇന്നർ പ്ലിറോം, അത് സെൻട്രൽ വാസ്കുലർ സിലിണ്ടറും പിത്തുമായിട്ട് മാറുന്നു. ആൻഡ് ദ മിഡിൽ ഗ്രൂപ്പ്, അതായത് പെരിബിളം, അത് കോർട്ടെക്സ്. ആൻഡ് ദ ഡെർമറ്റോജൻ, അതായത് ഡിസ്റ്റൽ ഗ്രൂപ്പ്, അത് ഏറ്റവും പുറത്തിറക്കുന്ന എപ്പിഡെർമിസും റൂട്ടുമായിട്ട് മാറ്റുന്നു. അത് ഡൈക്കോട്ടിലിഡൻസിൽ. ഇനി മോണോകോട്ടിലിഡൻസിൽ വരികയാണെങ്കിൽ ഇന്നർ ഗ്രൂപ്പ് പ്ലിറോം തന്നെ സെൻട്രൽ വാസ്കുലർ സിലിണ്ടറും പിത്തും. മിഡിൽ ഗ്രൂപ്പ് വരുമ്പോൾ പെരിബ്ലവും ഡെർമറ്റോജനും കൂടി വരും, അതായത് കോർട്ടെക്സും എപ്പിഡെർമിസും. പിന്നെ ലാസ്റ്റ് വരുന്ന ഡിസ്റ്റൽ ഗ്രൂപ്പ് കാലിപ്ട്രോജൻ, അതായത് റൂട്ട് ക്യാപ്പ്. റൂട്ട് എപ്പക്സിൻ്റെ ഓർഗനൈസേഷനിലുള്ള 3 തിയറീസ് കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ഷൂട്ട് എപ്പക്സ്. അതിൽ മെയിനായിട്ട് 3 തിയറീസ് തന്നെയാണ് വരുന്നത്. 1 എപ്പിക്കൽ സെൽ തിയറി, 2 ഹിസ്റ്റോജൻ തിയറി, 3 ട്യൂണിക്ക കോർപ്പസ് തിയറി. എപ്പിക്കൽ സെൽ തിയറി പ്രപ്പോസ്ഡ് ബൈ നഗേലി ഇൻ 1858. ഇത് പറയുന്നത് എപ്പിക്കൽ മെരിസ്റ്റം ഓഫ് റൂട്ട് ഷൂട്ട് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ എപ്പിക്കൽ സെൽ and the growth and development of the entire plant body result from the activity of the cells. നമ്മുടെ റൂട്ട് എപ്പക്സിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ഒരു സിംഗിൾ സെല്ലാണ് അതിൻ്റെ ഓൾ ബോഡി അതിൻ്റെ ഗ്രോത്തിനെ ഡെവലപ്മെൻറ്റിനെയും കാരണം എന്ന് പറയുകയാണ്. ആൻഡ് ദ എപ്പിക്കൽ സെൽ തിയറി ഈസ് അപ്ലിക്കബിൾ ടു ഹയർ ആൽഗെ, ബ്രയോഫൈറ്റ്സ് ആൻഡ് മെനി ടെറിഡോഫൈറ്റ്സ്, ബട്ട് നോട്ട് ടു ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ്. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ജിംനോസ്പെംസിലും ആൻജിയോസ്പെംസിലും അപ്ലിക്കബിൾ അല്ല, ബട്ട് ആൽഗേസിലും ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും എല്ലാം ഇത് അപ്ലിക്കബിൾ ആണ്. അടുത്ത തിയറിയാണ് ഹിസ്റ്റോജൻ തിയറി, ആൻഡ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ Einstein in 1870. According to this theory, the shoot apex consists of 3 distinct meristematic zones or layers. റൂട്ട് എപ്പക്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയുന്നത് shoot apex consists of 3 distinct meristematic zones or layers. Each layer consists of a set of initials called a histogen. And the histogen constituting the shoot apex of dermatogen, peribulum and pleroma. റൂട്ട് എപ്പക്സിലെ പോലെ തന്നെ ഇവിടെയും ഡെർമറ്റോജനും പെരിബിളും പ്ലിറോമാണ് ഇവിടുത്തെ ഷൂട്ട് എപ്പക്സിലുള്ള ഹിസ്റ്റോജൻസ്. ആൻഡ് ഈച്ച് ലെയർ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. അതായത് ഡെർമറ്റോജൻ ഫോംസ് എപ്പിഡെർമിസ്. ഡെർമറ്റോജനാണ് ഇവിടെ എപ്പിഡെർമിസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. പെരിബ്ലമാണ് ഇവിടുത്തെ കോർട്ടെക്സും എൻഡോഡെർമിസും ആയിട്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് പ്ലിറോം ആണ് ഇവിടുത്തെ പിത്തും അതർ പ്രൈമറി വാസ്കുലർ ടിഷ്യൂസായിട്ട് ഫോം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഹിസ്റ്റോജൻ തിയറി. നെക്സ്റ്റ് ട്യൂണിക്ക കോർപ്പസ് തിയറി. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ സ്മിഡിറ്റ് in 1924. According to this theory, shoot apex consists of 2 distinct zones, namely tunica and corpus. അതായത് നമ്മളിവിടെ കോർപ്പർ കാപ്പിയ തിയറി പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും 2 ഡിസ്റ്റിങ് സോണായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ട്യൂണിക്കയും മറ്റേത് കോർപ്പസും. ട്യൂണിക്ക സെൽസ് കോർപ്പസ് സെൽസിനേക്കാൾ ചെറിയ സെൽസ് ആയിരിക്കും. And tunica cells divide angularly so that number of layers does not increase. മറ്റൊരു നോക്കുകയാണെങ്കിൽ കോർപ്പസ് സെൽസ് ഡിവൈഡ് ആൻറ്റിഗ്ലിനലി ആൻഡ് പെരിഗ്ലിനലി.
and this theory does not make any prediction regarding the relationship between apical zonation and subsequent formation of tissues. അതായത് ട്യൂണിക്കയുടെ ഔട്ടർ ലെയർ എപ്പിഡെമിസ് ആയിട്ടും ഇന്നർ ലെയർ ഔട്ടർ പാർട്ട് ഓഫ് ദ കോർട്ടസ് ആയിട്ടും ഫോം ചെയ്യുന്നു ആൻഡ് ദ കോർപ്പസ് ഗീവ് റൈറ്റ് ടു ദ ഇന്നർ പാർട്ട് ഓഫ് ദ കോർട്ടക്സും ആൻഡ് ഓൾസോ പ്രോകാമ്പിയം പിത്തുമായിട്ട് ഫോം ചെയ്യുന്നു. ഷൂട്ട് എപ്പറ്റ്സിൻ്റെയും റൂട്ട് എപ്പറ്റ്സിൻ്റെയും ഡിഫറൻസ് ഒരു കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഷൂട്ട് എപ്പറ്റ്സ് ഈസ് ടെർമിനൽ ആൻഡ് റൂട്ട് എപ്പറ്റ്സ് ഈസ് സബ് ടെർമിനൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റൂട്ട് ക്യാപ്പ് ആൻഡ് ഷൂട്ട് എപ്പറ്റ്സ് ഈസ് ലാർജർ ദാൻ റൂട്ട് എപ്പറ്റ്സ് and shoot apex is not protected by any cap where root apex is protected by root cap. The cell division in shoot apex adds new cells towards the axis only, but cell division in root apex adds new cells to the root cap and the body of the root. Growth of the shoot apex is not uniform due to the formation of lateral appendages such as leaves and branches, but growth of root apex is uniform due to the absence of lateral appendages. Shoot apex has alternating broad and narrow zones at regular intervals, which results in the development of nodes and internodes. റൂട്ട്സിലാണെങ്കിൽ നോഡ്സും ഇല്ല, ഇൻ്റർനോഡ്സും ഇല്ല. നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ് ആർ ആബ്സെൻറ്റ്. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസസ്. നമ്മൾ ഇത്രയും നേരം മെരിസ്റ്റംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മെച്യൂർ ടിഷ്യൂസിനെ കുറിച്ച്, അതായത് പെർമനൻറ്റ് ടിഷ്യൂസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് അത് 3 ക്ലാസിഫൈ ചെയ്യുന്നു. 1 പാരൻകൈമ, 2 കോളൻകൈമ, 3 സ്ക്ലിറൻകൈമ. ആൻഡ് ദർ ആർ 4 types of parenchyma, prosenchyma, arenchyma, chlorenchyma and storage parenchyma. Parenchyma എന്തെന്ന് വെച്ചാൽ it is the simplest and least specialized tissue. സിമ്പിൾ ആണ്, അധികം സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ടിഷ്യൂ. ഇറ്റ് ഫോംസ് എ ഫണ്ടമെൻ്റൽ ടിഷ്യൂ ഓഫ് ദ plant body. It consists of isodiametric, polygonal and thin-walled living cells arranged with or without intercellular space. ഐസോഡയമെട്രിക് ആണ്, പോളിഗണൽ ആണ്, തിൻ വോൾഡ് ആണ്. ചിലപ്പോൾ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇല്ലായിരിക്കും. പാരൻകൈമ സെൽസ് ആർ കൺസേൺഡ് വിത്ത് വെജിറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ്സ് സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് കാൽഷ്യം പെക്റ്റേറ്റ്. പ്രൊമിനൻറ്റ് ന്യൂക്ലിയസ് ആയിരിക്കും, വാക്യുലേറ്റഡ് സൈറ്റോപ്ലാസം ആയിരിക്കും ഉള്ളത്. ആൻഡ് പാരൻകൈമ സെൽസ് ഹാവ് ദ പവർ ടു ഡിവൈഡ് ഈവൻ അറ്റ് മെച്യൂരിറ്റി. മെച്യൂരിറ്റിയിലാണെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് പാരൻകൈമ സെൽസിന്. ദീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി, സച്ച് എപ്പിഡെമിസിൽ, കോർട്ടക്സിൽ, പിത്തിൽ, ലീഫ് മീസോഫിലിൽ, ഫ്രൂട്ട് പൾപ്പിൽ, എൻഡോസ്പെർമിൽ, ഇവിടെ സൈലത്തിൽ, ഫ്ലോയത്തിൽ എല്ലായിടത്തും ഈ പാരൻകൈമ ടിഷ്യൂസ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദർ ആർ കാറ്റഗറീസ് ഓഫ് പാരൻകൈമ: ആംഗുലർ പാരൻകൈമയും ലൂസ് പാരൻകൈമയും. ആംഗുലർ പാരൻകൈമയിൽ സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ക്ഡ് വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. നല്ല തിക്കായിട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇല്ലാണ്ട് ഫോം ചെയ്തിട്ടായിരിക്കും ആംഗുലർ പാരൻകൈമ. എക്സാമ്പിൾ ഔട്ടർ പാർട്ട് ഓഫ് റൂട്ട് കോർട്ടെക്സ്. ലൂസ് പാരൻകൈമയിൽ വരികയാണെങ്കിൽ സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് വിത്ത് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. അത്യാവശ്യം ഇൻ്റർസെല്ലുലാർ സ്പേസോട് കൂടി ലൂസ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എക്സാമ്പിൾ ഇന്നർ പാർട്ട് ഓഫ് ദ സ്റ്റെം കോർട്ടെക്സ്. കൈൻഡ്സ് ഓഫ് പാരൻകൈമയിലേക്ക് വരികയാണെങ്കിൽ 4 kinds ഉണ്ടെന്ന് പറഞ്ഞു. പ്രോസെൻകൈമ ആൻഡ് ഇൻ പ്രോസെൻകൈമ സെൽസ് ആർ തിക്ക് വാൾഡ്, more or less elongated and terminally tapering. അതിൻ്റെ ഫങ്ഷൻസ് മെക്കാനിക്കൽ സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, കണ്ടക്ഷൻ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടക്ഷനും പ്രൊട്ടക്ഷനും മെക്കാനിക്കൽ സപ്പോർട്ടും നൽകുന്നു. എയറൻകൈമയിലേക്ക് വരികയാണെങ്കിൽ എയർസ്റ്റെറിൻ പാരൻകൈമയാണ്, അതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ വന്നിരിക്കുന്നത്. ഫൗണ്ട് ഇൻ റൂട്ട്സ്, സ്റ്റെംസ് ആൻഡ് ലീവ്സ് ഓഫ് ഹൈഡ്രോഫൈറ്റ്സ്. ഇവിടേക്കാണ് അത് കാണാൻ സാധിക്കുക. ഇൻ്റർസെല്ലുലാർ സ്പേസസ് ആർ ലാർജ് and air filled and are separated from each other by partition walls.
അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫെസിലിറ്റേറ്റ് ഗ്യാസ് എക്സ്ചേഞ്ചിനെ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ്സ് ബോയൻസി ടു പ്ലാന്റ്സ്.